ലൈംഗികാധിക്ഷേപ കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെതിരെ കുരുക്കുമുറുക്കി പോലീസ് 3 കേസുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു. ജാമ്യാപേക്ഷ എതിർക്കാൻ മുൻ കേസുകളും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ലോട്ടറി തട്ടിപ്പ് കേസും വഞ്ചനാ കേസുമടക്കം കോടതിയിൽ ഉന്നയിക്കും. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ കൂടുതൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെയും അന്വേഷണം നടത്തും. സൈഫുനീസ് ആലിയാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൈഫുനീസ് ആലിയാർ, പഴയ കേസുകൾ കൂടി പോലീസ് പൊടിതട്ടിയെടുക്കുകയാണോ ഇപ്പോൾ? തീർച്ചയായും അരുൺകുമാർ, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കുവാനായി. ബോബി ചെമ്മണ്ണൂരിന് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതീക്ഷ. പക്ഷേ ജാമ്യം ലഭിച്ചില്ല. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും ഇപ്പോൾ അടിയന്തരമായി പരിഗണിക്കേണ്ട ആവശ്യമില്ല, ചൊവ്വാഴ്ച പരിഗണിക്കാമെന്ന് പറഞ്ഞ് ഹൈക്കോടതി മാറ്റുകയാണ്. അപ്പോൾ 4 ദിവസം കൂടി ഇനിയും ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ തുടരേണ്ടി വരുന്ന സാഹചര്യമാണ്. അതിനോടകമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഈ കേസ് ബലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത്. അത് ഈ ബോബി ചെമ്മണ്ണൂരിനുള്ള മുൻകാല കേസുകൾ 3 കേസുകളാണ് നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത്, എടുത്തിരിക്കുന്നത്. ഇത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതിൽ പ്രധാനമായുള്ളത് ഈ വഞ്ചനാ കേസുകളാണ് 3. അതല്ലാതെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളല്ല, വഞ്ചനാ കേസുകളാണ്. അതിൽ ഒന്നുള്ളത് ഈ ലോട്ടറി തട്ടിപ്പാണ്, പിന്നീട് പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള വഞ്ചനാ കേസുമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുകളെല്ലാം തന്നെ ഈ 3 കേസുകളും ചൊവ്വാഴ്ച ഹൈക്കോടതിയിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ആ FIR അടക്കം അന്വേഷിച്ച് എന്തെല്ലാം തരത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താമോ അതല്ലെങ്കിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമോ അത്തരം കാര്യങ്ങളൊക്കെയാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത്. അതുകൂടാതെ തന്നെ യൂട്യൂബ് ചാനലുകൾ, ഇത്തരം വിദേശ പരാമർശങ്ങൾ പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനലുകളുണ്ട്. ആ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ യൂട്യൂബ് ചാനലുകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ പരാതി ലഭിച്ചാൽ നടപടി എടുക്കാനാണ്. നിലവിൽ ഹണി റോസിന്റെ ഒരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കും. പക്ഷേ നിലവിൽ പരാതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ അന്വേഷണമാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരാതി ലഭിച്ചാൽ ഉടനെ തന്നെ ഏതെല്ലാം യൂട്യൂബ് ചാനലുകൾക്കെതിരെയാണ് കേസെടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്.